രാഹുൽ ഗാന്ധിയെക്കുറിച്ചാണ്. പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധി ചുമതലയേറ്റിരിക്കുന്നു. അപ്പോൾ 10 വർഷം ലോക്സഭയിൽ ഒരു പ്രതിപക്ഷ നേതാവ് ഇല്ലായിരുന്നു. അതിനുവേണ്ടിയുള്ള ഭൂരിപക്ഷം പ്രതിപക്ഷത്തു നിന്ന് ഒരു പാർട്ടിക്കും ഇല്ലാതിരുന്നു. പക്ഷേ അതിനുശേഷം ഇന്ത്യ മുന്നണി ശക്തമായി തിരിച്ചു വരുന്നു, കോൺഗ്രസ് ശക്തമായി തിരിച്ചു വരുന്നു. ഇന്ത്യ മുന്നണി ഗംഭീര പ്രകടനം ഈ തെരഞ്ഞെടുപ്പിൽ കാഴ്ചവെക്കുന്നു. രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് എത്തുകയാണ്. റാവു, എന്ത് തോന്നുന്നു? നേരത്തെ രാഹുലിനെ കുറിച്ച് വിമർശിക്കുന്ന ആളുകൾ പറയുന്നു പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഉറച്ചു നിൽക്കാനുള്ള കഴിവ് രാഹുലിനില്ല, പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നില്ല, ഒളിച്ചോടുന്ന ആളാണ് രാഹുൽ എന്ന് പണ്ട് പറഞ്ഞിരുന്നു. പക്ഷേ 10 വർഷങ്ങൾക്കിപ്പുറം ചിന്തിക്കുമ്പോൾ രാഹുൽ ഒരു പക്വതയാർന്ന രാഷ്ട്രീയ നേതാവിലേക്ക് പരിണാമപ്പെട്ടിട്ടുണ്ടോ? മികച്ചൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ രാഹുലിന് ഈ കാലയളവിൽ ഇനി മുന്നോട്ട് സാധിക്കുമോ? അല്ല, ഒന്നാമത്തെ കാര്യം, രാഹുൽ ഗാന്ധി 10 വർഷം മുമ്പ് രാഹുൽ ഗാന്ധി എങ്ങനെയാണോ പ്രൊഫൈൽ ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ശത്രുക്കൾ ശ്രമിച്ചത്, ആ പ്രൊഫൈലല്ല ഇപ്പോൾ അദ്ദേഹം നിൽക്കുന്നത്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ മോദിക്ക് ശേഷം ഏറ്റവും സ്വീകാര്യതയുള്ള നേതാവ് എന്ന നിലയ്ക്ക് അംഗീകരിക്കപ്പെട്ടാണ് അദ്ദേഹം പാർലമെൻറ്റിൽ വന്നിട്ടുള്ളത്. റായ്ബറേലിയിൽ, അമേഠിയിൽ തോറ്റ രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നുണ്ട്. അതേ അമേഠി കോൺഗ്രസ് തിരികെ പിടിക്കുന്നുണ്ട്. അപ്പോൾ രാഹുൽ ഗാന്ധിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധി നേതൃത്വം കൊടുക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിനെയാണ് കോൺഗ്രസ് കടന്നു വന്നത്. ആ നിലയ്ക്ക് കോൺഗ്രസിന് 99 പേരെ വിജയിപ്പിക്കാൻ കഴിഞ്ഞു. രാഹുൽ ഗാന്ധിയുടെ നേട്ടമാണ് എന്ന് ഉറപ്പായിട്ടും പറയാൻ കഴിയുന്ന സംഗതിയാണ്. രാഹുൽ ഗാന്ധി അശക്തനായ ഒരാൾ കയറിക്കൂടി എന്ന് പറയാൻ കഴിയുന്നവരല്ല. അദ്ദേഹം ശക്തനായി തന്നെയാണ് പാർലമെൻറ്റിലേക്ക് വരുന്നത് എന്ന തർക്കമില്ലാത്ത കാര്യം. ആളുകൾക്ക് അദ്ദേഹത്തെക്കുറിച്ച് വിശ്വാസവും അദ്ദേഹത്തിൽ ആളുകൾക്കൊരു കുറച്ച് ക്രെഡിബിൾ ലീഡർ എന്ന പദവിയിലേക്ക് അദ്ദേഹം ഉയർന്നിട്ടുണ്ട്. അതേസമയം പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്കുള്ള പ്രവർത്തനത്തിന് ഒരു നേതാവ് എന്ന നിലയ്ക്കുള്ള ഒരു കരിസ്മ മാത്രം മതിയോ പ്രതിപക്ഷ നേതാവായിരിക്കാൻ? പ്രതിപക്ഷ നേതാവായിരിക്കുക എന്ന് പറയുമ്പോൾ അത് വലിയ ഉത്തരവാദിത്തമാണ്. എന്ന് വെച്ചാൽ അതൊരു ക്യാബിനറ്റ് റാങ്കിലുള്ള ഇരുന്നുകൊണ്ട് ചെയ്യേണ്ട ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിന് പലതരത്തിലുള്ള ഘടകങ്ങൾ, ചലഞ്ചസ്, വെല്ലുവിളികൾ രാഹുൽ ഗാന്ധിയുടെ മുമ്പിൽ സ്വാഭാവികമായിട്ടും വന്നേക്കാം. ഒന്നാമത്, ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന പലതരം താല്പര്യങ്ങളുള്ള പ്രാദേശിക കക്ഷികളുടെ ഒരു അസാധാരണമായ സംഘാടനം എന്ന് വിളിക്കാവുന്ന ഒന്നാണ് ഇന്ത്യ മുന്നണി. അതിൻ്റെ ലീഡറായിട്ടാണ് അദ്ദേഹം അവിടെ ഇരിക്കുന്നത്. അവിടെ ഇരിക്കുമ്പോൾ ആ മുന്നണിയിലെ പാർട്ടികളുടെ എല്ലാം താല്പര്യങ്ങളെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ ടാസ്ക് അല്ല. ഒരുപക്ഷെ രാഹുൽ ഗാന്ധി അത്തരം ടാസ്കുകൾ ഇതുവരെ എടുത്തിട്ടില്ല. കോൺഗ്രസിനകത്ത് വേറെ നേതാക്കളുണ്ടായിരുന്നു ഈ സഖ്യത്തെക്കുറിച്ച് സംസാരിക്കാൻ, സഖ്യത്തിൻ്റെ രൂപീകരണത്തിന്, പല കാര്യങ്ങൾക്ക്. രാഹുൽ ഗാന്ധി ഒറ്റയ്ക്കൊരു ഇമേജ് ഉണ്ടാക്കി ഒറ്റയ്ക്ക് രാഹുൽ ഗാന്ധി എന്ന പേരുമായി നടക്കുകയായിരുന്നു ഇന്ത്യയിലൊട്ടാകും. ഇനി അത് പോരാ. ഇനി രാഹുൽ ഗാന്ധിക്ക് ഒറ്റയ്ക്ക് തീരുമാനിക്കാൻ, ഒറ്റയ്ക്കൊരു വിഷയം തീരുമാനിച്ച് ഇന്ന് ആഞ്ഞടിച്ചേക്കാമെന്ന് തീരുമാനിക്കാൻ പറ്റില്ല. മറിച്ച് പാർലമെൻറ്റിൽ നാളെ നമ്മൾ എന്താണ് എടുക്കാൻ പോകുന്ന സ്ട്രാറ്റജി, ഏതൊക്കെ വിഷയങ്ങൾ നമ്മൾ ടച്ച് ചെയ്യണം, ഏതൊക്കെ നമ്മൾ അവഗണിക്കണം, സർക്കാരിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നതിൽ അദ്ദേഹത്തിന് ഒരു കളക്റ്റീവ് ഒപ്പീനിയൻ എടുക്കേണ്ടി വരുമെന്ന്. അതിൽ അദ്ദേഹം എന്തുമാത്രം മികവ് പുലർത്തുന്നു എന്നത് പ്രധാന സംഗതിയാണ്. എല്ലാ വിഷയത്തിലും കയറി പിടിക്കാൻ പറ്റില്ല. കാരണം പല പാർട്ടികൾക്ക് പല സംസ്ഥാനങ്ങളിലെ പല സെൻറ്റിമെൻറ്റ്സ്, പല അഭിപ്രായങ്ങളാണ് ഉണ്ടാവുക. അപ്പോൾ അതിനകത്തൊരു ഒരു അഭിപ്രായ ഐക്യം ഉണ്ടാക്കുക എന്ന് പറയുന്നത് അദ്ദേഹത്തിന് മുമ്പിലെ ഒരു ടാസ്ക് ആയിരിക്കും. അദ്ദേഹം അതിനെ വിജയിക്കുമോ എന്ന് ഉറ്റുനോക്കേണ്ടതുണ്ട്. രണ്ടാമത്തേത്, ഒരു പാർലമെൻറ്റിൽ പെർഫോം ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ കേവലമായ പ്രസംഗം നടത്തി പോകുന്ന പോലത്തെ ഒരു ഉത്തരവാദിത്വമല്ലോ, മറിച്ച് വിഷയങ്ങൾ പിക്ക് ചെയ്യുന്നതിലുള്ള ഇപ്പോൾ അദ്ദേഹത്തിന് മുന്നിൽ കുറേ വിഷയങ്ങളുണ്ട്. ഇപ്പോൾ തന്നെ പറഞ്ഞല്ലോ, ഇപ്പോൾ ട്രെയിൻ ആക്സിഡൻറ്റുകളുമായി ബന്ധപ്പെട്ട, ട്രെയിൻ സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നം, രാജ്യത്തെ പരീക്ഷകൾ നടത്തുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നം, ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് കൂടി വരുന്നതിനെക്കുറിച്ചുള്ള പ്രശ്നം, ഹീറ്റ് വേവിൽ ആളുകൾ മരിച്ചു പോകുന്നു, അതിനുള്ള ആളുകൾക്ക് ആവശ്യമുള്ള സുരക്ഷ, മറ്റ് സംഗതികൾ ഒരുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ കുറേയധികം ജനകീയ വിഷയങ്ങൾ അദ്ദേഹത്തിന് മുമ്പിലുണ്ട്. ഈ വരും ദിവസങ്ങളിൽ അത് ഉപയോഗിക്കുമെന്നാണ് രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് ഏറ്റെടുക്കുക, അതിനകത്ത് ഗവൺമെൻറ്റിനെ വളരെ ഷാർപ്പായി അറ്റാക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ള വളരെ പ്രൊഫഷണൽ ആൻഡ് അക്കാഡമിക് ആയിട്ടുള്ള ഒരു ശബ്ദമായി മാറുക എന്ന് പറയുന്നത് ഒരു ഘടകമാണ്. കേവലമായ പ്രസംഗമല്ല അദ്ദേഹത്തിൽ നിന്ന് ഇനിയുള്ള നാളുകളിൽ പ്രതീക്ഷിക്കുന്നത്. ഇതൊക്കെ അദ്ദേഹത്തിന് മുമ്പിലുള്ള ചലഞ്ചസ് ആണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ കക്ഷികളെ ഒരുമിച്ച് കൊണ്ടുപോകാന്ന് പറയുന്നത് സ്കില്ലാണ്. ഇവിടെ ഇപ്പോൾ ഉമ്മൻചാണ്ടിക്കൊക്കെ ഉണ്ടായിരുന്ന സ്കില്ലുണ്ടല്ലോ, പല കക്ഷികൾ, പല താല്പര്യങ്ങൾ, അവരെ ഒരുമിപ്പിച്ച് കൊണ്ടുപോകുക എന്ന് പറയുന്ന ആ സ്കില്ല് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടി വരും. പിന്നെ നരേന്ദ്രമോദിയും BJP ആണ് അപ്പുറത്തുള്ളത്. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർ ഈ പ്രതിപക്ഷത്തെയും ട്രാപ്പ് ചെയ്യുന്ന തരത്തിലുള്ള പലതരത്തിലുള്ള സ്ട്രാറ്റജീസ് എടുക്കാം, കമ്മ്യൂണൽ സംഗതികളെടുക്കാം, മതവികാരവുമായി ബന്ധപ്പെട്ടതെടുക്കാം. അപ്പോൾ അതിൽ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, ഏതിൽ തുടരാതിരിക്കണം എന്നൊക്കെ ഉള്ളത് ഇനി കൂടുതൽ അദ്ദേഹത്തിന് എക്സ്പീരിയൻസ്. സഖ്യത്തിലെ അഖിലേഷ് യാദവിനെ പോലെയൊക്കെയുള്ള നേതാക്കളുണ്ടല്ലോ, അവര് രാഹുലിനൊരു നല്ല സപ്പോർട്ടായിട്ട് ഉണ്ടാവും. ഇല്ലെന്ന് ഞാൻ നെഗറ്റീവായിട്ടല്ല കാണുന്നു. ഇത് ഒരു ഒറ്റയ്ക്കൊരു ബിംബം, ഒറ്റയ്ക്കൊരു നേതാവ് എന്നതിലേക്കുള്ള വളർച്ചയും പദയാത്രയും പോലെയല്ല. പാർലമെന്റിനകത്തൊരു പ്രതിപക്ഷ നേതാവ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ വലിയ ഒരു ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം പല കക്ഷികളെ ഒരുമിച്ച് കൊണ്ടുവന്ന ഒരാൾ നേതാവ് എന്ന നിലയ്ക്ക് അടുത്ത ഇലക്ഷൻ നിൽക്കുന്നവരെയും രാഹുൽ ഗാന്ധിയിലുള്ള വിശ്വാസവും
രാഹുൽ ഗാന്ധി ഞങ്ങളുടെ നേതാവ് എന്ന നിലയ്ക്കുള്ള സംഗതിയും എല്ലാ പാർട്ടികൾക്കും നിലനിർത്തി പോവുക എന്നത് പ്രധാനമാണ്. അതൊക്കെ ആയിരിക്കും. അതിനും എനിക്ക് തോന്നുന്നു രാഹുൽ ഗാന്ധി എന്താണ് നരേന്ദ്രമോദി എന്ന് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്, എന്താണ് BJP മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്, അതിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, എങ്ങനെ അതിനെ നേരിടുമ്പോഴാണ് ആളുകൾ നമ്മളിൽ വിശ്വാസം അർപ്പിക്കുക എന്നത് അത് ശരിക്കും ഈ ഇലക്ഷൻ കൂടി അവരുടെ ആ എഡ്യൂക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ജനകീയ പ്രശ്നങ്ങളിലേക്ക് നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ അതിൻ്റേതായ ഗുണമുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് മോർ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്ന് വിചാരിക്കണം. ഇപ്പോൾ അദാനി കേസിലൊക്കെ, മണിപ്പൂർ വിഷയത്തിലൊക്കെ രാഹുൽ ഗാന്ധി ഏറ്റവും നന്നായി പെർഫോം ചെയ്ത ഘട്ടമാണ്. അതുകൊണ്ട് ഒരു പ്രതിപക്ഷ നേതാവ് എന്നൊരു ഒഫീഷ്യൽ പൊസിഷനിൽ ഇരുന്നുകൊണ്ട് കൂടുതൽ ശക്തമായ പ്രതിപക്ഷത്തിൻ്റെ നേതൃത്വത്തിൽ ഇരുന്നുകൊണ്ട് രാഹുൽ ഗാന്ധി മോദിയോട് ജനാധിപത്യത്തിൻ്റെ ചോദ്യങ്ങൾ ചോദിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. യെസ്, ഇപ്പോൾ ഈ രാഹുൽ ഗാന്ധിക്ക് ഇപ്പോൾ കോൺഗ്രസിനോട് വിയോജിപ്പുള്ള ആളുകൾക്ക് പോലും രാഹുൽ ഗാന്ധി എന്നൊരാളോട് ഒരു സ്നേഹമുണ്ട്. അതിപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ ഭാരത് ജോഡോ യാത്രയിലൊക്കെ കണ്ടതാണ്. രാഹുൽ മനുഷ്യരെ ചേർത്ത് പിടിക്കുന്ന ഒരുപാട് കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇമേജ് മാത്രം പോരല്ലോ. ഇനിയിപ്പോൾ റാവു പറഞ്ഞതുപോലെ ഒരു പ്രതിപക്ഷ നേതാവുമ്പോഴേക്കും രാഹുൽ ഇനി എന്തൊക്കെയാണ് വേണ്ടത്? ഇപ്പോൾ ഉള്ള ഒരു നിലയിൽ എത്ര കണ്ട് ശോഭിക്കാൻ കഴിയും രാഹുലിന് പ്രതിപക്ഷ നേതാവായി? അദ്ദേഹം പ്രതിപക്ഷ നേതാവ് ചുമതല ഏറ്റെടുത്തുകൊണ്ട് തന്നെ നമ്മുടെ വളരെ സീനിയറായിട്ടുള്ള ജേർണലിസ്റ്റാണ് രവീഷ് കുമാർ. അദ്ദേഹം ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയിൽ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, മോദി മാറണമെങ്കിൽ രാഹുൽ മാറിയേ പറ്റുമെന്ന്. അതിനർത്ഥം നമ്മൾ ഇത്രയും നാൾ കണ്ട രാഹുലിനെ അല്ലായിരുന്നു നമ്മൾ പാർലമെൻറ്റിൽ കാണുന്നത് എന്ന് തന്നെയാണ്. രേഷ്മ പറഞ്ഞ പോലെ രാഹുൽ നല്ല മനുഷ്യനൊക്കെ തന്നെയാണ്, നല്ല സ്നേഹമുള്ള ആളാണ്, നന്നായിട്ട് പെരുമാറുന്ന ആളാണ്, സംസ്കാര സമ്പന്നനാണ്, രാഷ്ട്രീയ ബോധമുള്ള ആളാണ്. പക്ഷെ അതൊന്നും പോരാ പ്രതിപക്ഷ നേതാവാൻ എന്നാണ് രവീഷ് കുമാർ പറഞ്ഞതിൻ്റെ മലയാളം. അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ, ഇപ്പോൾ നരേന്ദ്രമോദിയേക്കാൾ പാർലമെൻ്ററി എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് നരേന്ദ്രമോദി. രാഹുൽ ഗാന്ധി 2004 മുതൽ MP ആണ്. മോദി 2014 മുതൽ MP ആയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഇരിക്കെ 2014 തെരഞ്ഞെടുപ്പിൽ 10% സീറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കോൺഗ്രസിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രതിപക്ഷ കക്ഷികൾക്കോ പ്രതിപക്ഷ നേതൃസ്ഥാനം നൽകാതിരുന്നത്. അതെന്തുകൊണ്ട് നൽകാതിരുന്നു ചോദിച്ചാൽ അങ്ങനെ വല്ല ചട്ടം ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ രവീഷ് കുമാർ തന്നെ പറയുന്നത് അങ്ങനെ ഒരു ചട്ടമില്ല. അതായത് PDT ആചാര്യ എഡിറ്റ് ചെയ്തൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ കൃത്യമായി പറയുന്നു അങ്ങനെ ഒരു റൂളേ ഇല്ല എന്നാണ് പറയുന്നത്. പക്ഷേ ആ റൂൾ ഉണ്ട് എന്ന് വരുത്തി തീർത്ത ആദ്യമായി ഇന്ദിരാഗാന്ധിയാണ്. ഇന്ദിരാഗാന്ധി 79 ശേഷം ഇന്ദിരാഗാന്ധിക്ക് വൻ ഭൂരിപക്ഷമായിരുന്നല്ലോ, 353 സീറ്റാണ് 80 തെരഞ്ഞെടുപ്പിൽ അവർക്ക് കിട്ടിയത്. അപ്പോൾ 353 സീറ്റ് കോൺഗ്രസിന് ഒറ്റ കിട്ടുമ്പോൾ പിന്നെ ബാക്കി അതൊക്കെ കക്ഷികൾക്ക് എത്ര കിട്ടും നമുക്ക് ഊഹിക്കാമല്ലോ. അപ്പോൾ അതിലെ ഏറ്റവും വലിയ കക്ഷി JPS ആയിരുന്നു, ജനതാ പാർട്ടി സെക്യുലർ. അതിന് കിട്ടിയത് 44 സീറ്റ് മാത്രമാണ്. കമ്മ്യൂണിസ്റ്റ് CPM കിട്ടിയത് 22 സീറ്റാണ്. അപ്പോൾ അങ്ങനെയായിരുന്നു. അതുകൊണ്ട് ആർക്കും കൊടുത്തില്ല ഇന്ദിരാഗാന്ധി. അപ്പോൾ ഇന്ദിരാഗാന്ധി ചെയ്തതിന് പ്രതികാരം ചെയ്യുകയാണ് ഇവിടെ മോദി. എന്ത് ചെയ്യുന്നു? കോൺഗ്രസിന് സീറ്റ് കൊടുക്കുന്നില്ല, പ്രതിപക്ഷ നേതൃസ്ഥാനം കൊടുക്കുന്നില്ല. ഈ പ്രതിപക്ഷ നേതൃസ്ഥാനം കൊടുക്കാതിരിക്കുക മാത്രമല്ല ചെയ്തത്, അത് പ്രതിപക്ഷത്തെ അപഹസിക്കും വിധം ഭരണപക്ഷവും സഭയിൽ പെരുമാറിയെന്നുള്ളതാണ്. അതായത് അവർ അപ്രസക്തരാണ്, അവരുടെ ശബ്ദങ്ങളെ കുഴിച്ചു മൂടുന്ന രീതിയിലാണ് അവർ പ്രവർത്തിച്ചത്. ചെറിയ പ്രശ്നങ്ങൾക്ക് പോലും അവരെ സസ്പെൻഡ് ചെയ്യുക, കൂട്ട സസ്പെൻഷൻ നടത്തുക, സസ്പെൻഡ് ചെയ്യപ്പെട്ട രാഹുൽ ഗാന്ധിയുടെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിവിടുക. അങ്ങനെ തുടങ്ങി ഒരു സ്വതന്ത്ര ഇന്ത്യയിൽ കണ്ടിട്ടില്ലാത്ത വിധമുള്ള ഒരു പ്രതിപക്ഷ വേട്ട നടന്നു. ഇപ്പോൾ നമ്മൾ ഇന്നലെ കാണുന്ന കാഴ്ച എന്താണ്? രാഹുൽ ഗാന്ധി വെള്ള ടീഷർട്ട് ഉപേക്ഷിച്ച് ഒരു നീളം കൈയുള്ള പൈജാമയായിട്ട് വന്ന് നരേന്ദ്രമോദിയോടൊപ്പം സ്പീക്കർ അഭിനന്ദിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ടീഷർട്ട് ഉപേക്ഷിച്ചത് എന്നുപോലും നമുക്ക് വ്യക്തമാവും. എന്തുകൊണ്ടാണ്? അദ്ദേഹം ഒരു പ്രതിപക്ഷ നേതാവാൻ ആഗ്രഹിക്കുന്നു. ഭാരത് ജോഡോ യാത്ര നടത്തിയ രാഹുൽ ഗാന്ധി അല്ല ഞാൻ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി എന്നാണ് ബോഡി ലാംഗ്വേജിലൂടെ അദ്ദേഹം കാണിക്കുന്നത്. അത് മാത്രം മതിയോ? കഴിഞ്ഞ ദിവസം അദ്ദേഹം പ്രതിപക്ഷ നേതാവിന് തൊട്ട് മുമ്പ് ലക്ഷദ്വീപിൽ നിന്നുള്ള പ്രതിനിധി സംഘത്തോട് അദ്ദേഹം സംസാരിക്കുകയാണ്. ഞങ്ങളുടെ ഭൂമി അവിടെ തട്ടിയെടുക്കുകയാണ് അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ ഘോഡ പട്ടേൽ. അപ്പോൾ അതാർക്ക് വേണ്ടിയാണ് രാഹുൽ ഗാന്ധി ചോദിക്കുന്നത്? കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണ് എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ അത് ഇദ്ദേഹം സാഹൂതം കേട്ട് അപ്പോൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ ഒരു പ്രധാനപ്പെട്ട പോരായ്മ രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്ന് അദ്ദേഹം സ്പെസിഫിക് അല്ല എന്നുള്ളതാണ്. അത് സ്പെസിഫിക് ആയിട്ട് സംസാരിക്കുന്നില്ല. ഇപ്പോൾ ഉത്തരേന്ത്യയിലെ പശു ബെൽറ്റിൽ കോൺഗ്രസിനെതിരെയുള്ള ഏറ്റവും വലിയ ആക്ഷേപം അവർ ഒരു മുസ്ലിം പാർട്ടിയാണെന്നുള്ളതാണ്. ഞാനത് നേരിട്ട് കേട്ടിട്ടുണ്ട്. ഞാൻ ഇലക്ഷൻ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നേരിട്ട് കേട്ടിട്ടുണ്ട്. കോൺഗ്രസ് ഒരു മുസ്ലിം കോൺഗ്രസ് എന്നാണ് അവർ വിളിക്കുക, കളിയാക്കി സംഘപരിവാറുകാർ വിളിക്കുന്നത് കോൺഗ്രസ് എന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു ആക്ഷേപം വരുമ്പോൾ കോൺഗ്രസ് ചൂളിപ്പോവാണ്, രാഹുൽ ഗാന്ധിയും ചൂളിപ്പോവാണ്. ഞങ്ങൾ അങ്ങനെയല്ല എന്ന് കാണിക്കാനുള്ളൊരു ശ്രമം ഉണ്ട്. ആക്ച്വലി അങ്ങനെ പറയാൻ പറ്റുന്നൊരു പാർട്ടിയല്ല കോൺഗ്രസിനെ പറ്റി വേറെ പല വിമർശനങ്ങളുണ്ട്, അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷേ അങ്ങനെ സംഘപരിവാർ വിളിക്കുമ്പോൾ അവർ ചൂളിപ്പോവാണ്. ചൂളിപ്പോകുമ്പോൾ അവരെന്ത് ചെയ്യുന്നു? അത്തരം വിഷയങ്ങളെ അവർ മറന്നു കളയുന്നു. ഇന്ന് രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? വെറുപ്പും വിദ്വേഷവും രാജ്യത്ത് സൃഷ്ടിച്ചിട്ടുള്ള മനുഷ്യരുടെ അകൽച്ചയാണ്. അതിനെതിരെ രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്ര നടത്തി. പക്ഷേ നമ്മളിങ്ങനെ സ്പെസിഫിക് ആയിട്ട് അവന്മാരെ കൊല്ലൂ എന്ന് ഒരു വശത്തു നിന്ന് ആഹ്വാനം നടക്കുകയാണ് വാട്സപ്പ് വഴി. അവന്മാർ എവിടെ കണ്ടാലും കൊന്നുകളഞ്ഞേക്കുക, അവർ പശുവായിട്ട് പോകുന്നതാണ്, അവർ കൊന്നുകളഞ്ഞേക്കുക എന്ന് ആഹ്വാനം നടക്കുമ്പോൾ അങ്ങനെയല്ല, നിങ്ങൾ സ്നേഹത്തിൻ്റെ കട തുറക്കും എന്ന് പറഞ്ഞാൽ ഇവർക്ക് മനസ്സിലാവും. ഈ കൊല്ലപ്പെടുന്ന ആളുകൾക്ക് അതിൽ എന്തെങ്കിലും സമാധാനം കിട്ടുമോ?
കുറേ ആളുകൾ നടന്നു പോകുമ്പോൾ വടിയും പത്രമായിട്ട് വന്ന് തല്ലിക്കൊല്ലുന്ന സംഭവങ്ങൾ ദിവസം ഉണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പോൾ രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്ര നടത്തിയിട്ട് പറയുകയാണ്, അങ്ങനെയല്ല, നിങ്ങൾ സ്നേഹത്തിൻ്റെ കട തുറക്ക്, ഇങ്ങനെ വെറുപ്പും ഉദ്ദേശം പാടില്ല എന്ന് പറഞ്ഞാൽ ഇത് കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാർക്ക് എന്താ മനസ്സിലാവുക? താൻ പോടോ എന്ന് പറയും, തല്ലിക്കൊല്ലാൻ വരുന്നത്. മറ്റവർക്ക് മനസ്സിലാവും ഇത് ആരോടാ പറയുന്നതാണ് അവർക്ക് തോന്നുന്നത്. അതുകൊണ്ട് സ്പെസിഫിക് ആയിട്ടുള്ള രാഷ്ട്രീയം പറയാൻ രാഹുൽ ഗാന്ധി തയ്യാറാണ്. അത് ഈ പശുക്കൊലകളുടെ കാര്യത്തിൽ മാത്രമല്ല, മോബ് ലിഞ്ചിങ്ങിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ദളിതുകൾക്ക് നടക്കുന്ന ആക്രമണം, ദളിതുകൾക്കെതിരെ നടക്കുന്ന ആക്രമണം എവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. രാഹുൽ ഗാന്ധി ഒന്നും അറിയുന്ന പോലും ഉണ്ടാവില്ല അങ്ങനെ സംഭവങ്ങളൊന്നും. ഇന്ത്യയുടെ ഓരോ ഗ്രാമഗ്രാമാന്തരങ്ങളും ദൈനംദിനം നടക്കുന്ന കാര്യങ്ങളാണ്. മറ്റൊന്ന്, സർക്കാർ ഒരുതരം ടാക്സ് ടെററിസം ഈ രാജ്യത്ത് കഴിഞ്ഞ 10 വർഷമായിട്ട് നടപ്പാക്കുന്നുണ്ട്. നമ്മൾ വാങ്ങുന്ന സാധനങ്ങൾക്ക് നമ്മൾ എത്ര തവണയാണ് ടാക്സ് കൊടുക്കുന്നത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. എത്ര തവണയാണ്, എത്ര ഇരട്ടിയാണ്. അതുപോലെ പണിയെടുക്കുന്ന മിഡിൽ ക്ലാസ്, നമ്മളെപ്പോലുള്ള പണിയെടുക്കുന്ന മിഡിൽ ക്ലാസ് ഒരു മാസം എത്ര പൈസയാണ് സർക്കാരിന് ആദായ നികുതിയായിട്ട് കൊടുക്കുന്നത്. അത് നിഷാദ് പ്രത്യേകം പറയാൻ കാരണം നിഷാദ് കഴിഞ്ഞ മാസം അടച്ചേ ഉള്ളൂ, ഞാനും അടച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറയുന്നത് നമ്മൾ പണിയെടുക്കുന്നതിൻ്റെ ഒരു നിശ്ചിത ശതമാനം സർക്കാർ അടിച്ചുകൊണ്ട് പോവുകയാണ്. ഏത് ക്ലാസ്സിൽ നിന്നാണ്? നമ്മൾ വർക്കിംഗ് ക്ലാസ്സാണ്, നമ്മളിൽ നിന്ന് അടിച്ചുകൊണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ടാക്സ് ടെററിസം രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. GST വേറെ നിൽക്കുകയാണ്. പിന്നെ മറ്റൊരു കാര്യം, ഈ ഇന്ധന വില വർധന, വിലക്കയറ്റം എന്ന് തുടങ്ങി എന്ത് കാര്യത്തിനാണോ പ്രതിപക്ഷത്തിന് കഴിഞ്ഞ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വോട്ട് ചെയ്തത്, ആ കോഴ്സിനോടൊപ്പം സഭയ്ക്കകത്തും പുറത്തും നിൽക്കാനുള്ള പ്രാപ്തി നേടണം. സ്പെസിഫിക് ആയിട്ട് ഇപ്പോൾ സഭയ്ക്കകത്ത് രാഷ്ട്രീയം പറയണം, ഇതാണ് പ്രശ്നം എന്ന് പറയണം. ഇതാണ് പ്രശ്നം എന്ന് പറയാതെ അങ്ങനെ എന്താണ് സ്നേഹത്തിൻ്റെ ദുഃഖം തുറന്നിട്ടൊന്നും ഒരു കാര്യമില്ല. സ്പെസിഫിക് ആയിട്ട് കാര്യം പറഞ്ഞ് അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യണം. ജനങ്ങളെ അണിനിരത്തി ഫൈറ്റ് ചെയ്യാൻ തയ്യാറാവണം. ഇത് ഭാരത് ജോഡോ യാത്രയുടെ ഒരു രാഷ്ട്രീയപരമായ പോരായ്മ എന്ന് പറയുന്നത് ഒരു സാമൂഹികോദ്ഗ്രഥന പരിപാടിയാണ്. മഹാത്മാഗാന്ധി നടത്തിയതുപോലെ രാജ്യത്തെ ഉദ്ഗ്രഥിപ്പിക്കാൻ വേണ്ടി നടന്നൊരു പരിപാടിയാണ്. അതല്ല വേണ്ടത്. രാഷ്ട്രീയ പ്രവർത്തനമാണെങ്കിൽ സ്പെസിഫിക് ആയിട്ട് കാര്യം പറയുകയും അതിന് ഇരകളോടൊപ്പം നിന്ന് ഫൈറ്റ് ചെയ്യുകയും ചെയ്യാൻ രാഹുൽ ഗാന്ധി തയ്യാറായാൽ രാഹുൽ ഗാന്ധിയെ അടുത്ത 5 വർഷം നമുക്കൊരു മികച്ച പ്രതിപക്ഷ നേതാവായിട്ട് കാണാൻ കഴിയും. അത് തന്നെയാണ് വേണ്ടത്. രാഹുൽ ഗാന്ധിക്ക് ഒരു നേരത്തെ പറഞ്ഞതുപോലെ മറുവശത്ത് മോദിയും അമിത്ഷായും സംഘവുമാണ്. അപ്പോൾ ഒരു രാഷ്ട്രീയ തന്ത്രജ്ഞൻ്റെ കരുനീക്കങ്ങൾ ഉണ്ടാവണം, അവരെ തിരുത്താനുള്ള ആർജവം ഉണ്ടാവണം. മനുഷ്യരുടെ ജീവൽ പ്രശ്നങ്ങളിലൊക്കെ ഇടപെട്ട് ഉറച്ച ശബ്ദമായി പാർലമെൻറ്റിൽ മികച്ച പെർഫോമൻസ് എടുക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയണം. അതുതന്നെയാണ് ഇന്ത്യ സഖ്യവും കോൺഗ്രസും ഒക്കെ പ്രതീക്ഷിക്കുന്നത്.